ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കൃത്യസമയമാകുമ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ടോപ്പ് സിംഗറിലെ പാട്ടുകൾ കേൾക്കാനായിട്ട്, ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരെ കാണാനായിട്ട്, വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അങ്ങനെ ആ കാത്തിരിപ്പ് ഇത് അവസാനിക്കുകയാണ്. നമ്മൾ പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാർ പാടുന്ന സമയത്ത് ത്രൂ ഔട്ട് അവരുടെ പെർഫോമൻസിന്റെ സമയത്ത് സ്ക്രീനിൽ ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വോട്ട് ചെയ്ത് എല്ലാ കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒത്തിരി പാട്ടുകൾ കേൾക്കാനുണ്ട്, കുറെ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്, ഒക്കെ നമ്മൾ കാണാൻ പോവാണ്. അതിനു മുന്നേ കുറച്ച് പേരെ വെൽക്കം ചെയ്യാനുണ്ട്. ലെറ്റ് വെൽക്കം നമ്മുടെ സ്വന്തം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് ഉണ്ണി അങ്കിൾ. വെൽക്കം. മീനുകുടി, എന്തോ ഒരു കുയിൽനാദം, ആ നാദത്തിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്താലോ? കുയിൽനാദത്തിന് ഇൻവൈറ്റ് ചെയ്യാം. കുയിൽനാദം വരുന്നത് നല്ലൊരു പാട്ടുമായിട്ടാ, പ്രത്യേകിച്ച് നമ്മുടെ MJ അങ്കിളുമായിട്ട്. ഇത് നമ്മൾ വളരെ പരിചയമുള്ള ഒരു മനുഷ്യനാണ്. ഇതിന്റെ സംഗീതം നല്ലൊരു മനുഷ്യനാന്ന് തോന്നുന്നു. കാണിച്ചു തരാം. വേറെ ആരുമല്ല, നമ്മുടെ MJ അങ്കിളുടെ പാട്ടുമായിട്ട് MJ അങ്കിളുടെ ഒരു ഫാൻ ഗേൾ ആണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം അനുഷ്ക കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. എനിക്ക് ഇഷ്ടമാണ് ഈ ഹാഫ് സാരി അല്ലേ? നല്ല രസാ, നല്ല കോംബോ ആണ് കേട്ടോ. കളർ കോംബോ ഇസ് വെരി നൈസ് കേട്ടോ. റൈറ്റ്. അപ്പോ ഹൃദയത്തിൻ മധുപാത്രമാണ് പാട്ട്. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. പേടിയുണ്ടോ? എന്തിന് പേടിയുണ്ടോന്ന് ചോദിച്ചാ ഇല്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, MJ അങ്കിൾ ഈ സിനിമയിൽ ഒരു പാട്ടിൽ അഭിനയിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചു. ഇല്ല, അനുഷ്കയ്ക്ക് പൊതുവെ MJ അങ്കിളുടെ പാട്ട് മുന്നിൽ പാടാൻ ഇഷ്ടമുള്ള ആളാണ്. ശരിയല്ല. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിക്കല്ല, ഒരു പാട്ട് ഞാൻ തന്നെ പാടിയതാണ്. അത് ഇനാക്ട് ചെയ്തത് ഞാനാണ്. അത് ഇങ്ങനെയാണ്: നീയില്ലയെങ്കിൽ എനിക്കൊരു വീടില്ല, ഭൂമിയില്ല, ആകാശമില്ല, ഇല്ല നാടോടിയാം കാറ്റും ആ കാറ്റിൽ മാഞ്ചില്ലയിൽ മൈനതൻ പാട്ടും, നീയില്ലയെങ്കിൽ. ഇതാണ് ഈ പാട്ടാണ് പാടിയത്. അത് ഓർമ്മിപ്പിക്കണ്ടായിരുന്നു, കാരണം അതിന്റെ അഭിനയമൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും കിടന്ന കൈയായിപ്പോയില്ലേ. ഇന്ന് തന്നെ പോയി കാണണം അല്ലേ? ഇന്ന് അത് കണ്ടിട്ടേ ഓർക്കുള്ളൂ. സിനിമയുടെ പേര് കരയിലേക്ക് ഒരു കടൽ ദൂരം. കരയിലേക്ക് ഒരു കടൽ ദൂരം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു വർക്കാണ്. അതിന് എനിക്ക് ആ ഒരു അവസരം തന്നത് അതിന്റെ ഡയറക്ടർ വിനോദ് മങ്കരയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ 2 സിനിമകൾ, അതായത് ഞാൻ ചെയ്തത് ഒന്ന് കാമ്പോജി എന്ന് പറഞ്ഞ സിനിമയാണ്, പിന്നെ ഈ കരയിലേക്ക് ഒരു കടൽ ദൂരം. ഇത് രണ്ടിലും അതിന്റെ മ്യൂസിക്കൽ ഏരിയ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി തന്ന വലിയൊരു ഗിഫ്റ്റ് പോലെയാണ്. എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെ പാട്ടുകൾ ജയൻജിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. അപ്പോൾ ഇത് ONV സാറാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ONV സാർ നേരത്തെ വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ എൻ്റെ ഗുരുനാഥന്മാരായിട്ടാണ്. അനുഷ്ക, ദേവരായ മാസ്റ്ററും MBS സാറും ഒക്കെയാണ്. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ പാട്ട് കേൾക്കും. അടുത്ത ഗാനം ഉൾക്കടൽ എന്നുള്ള ചിത്രത്തിൽ ചെമ്പക പുഷ്പ സുവാസിതയാമം. ഗാനരചന ONV, സംഗീതം MBS, പാടിയത് യേശുദാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ ആളുടെ പേര് വരുമ്പോഴത്തേക്ക് അത് മ്യൂസിക് കമ്പോസർ, ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിക് കമ്പോസേഴ്സ് ആണ്. അപ്പൊ അതിനിടയിലാണ് അടുത്ത പാട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൽ ONV സാറും യേശുദാസ് സാറും 2 സൈഡിലുണ്ട്. ഈ നടുക്കത്തെ പേരാണ് എൻ്റെ പേരായിട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് പേടി തുടങ്ങി. ലിറിക്സ് ആദ്യം എഴുതി കൊടുത്തയൊക്കെയാണ് ചെയ്തത്. ഒരു ലൈൻ, അനുപല്ലവിയിലുള്ള ഒരു ലൈൻ എനിക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നി. പറയൂ നിൻ കൈകളിൽ കുപ്പിവളകളോ, മഴവില്ലിൻ മണിവർണ്ണ പൊട്ടുകളോ. ഇവിടെ നിന്നാണ് ഞാൻ ശരി ഈ പാട്ടിന്റെ ഈണം തുടങ്ങിയത്. എന്നിട്ട് ഇത് ആ ചരണത്തിന്റെ എൻഡില്ലേ, ആ എൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് അടുത്ത പല്ലവി എന്താണെന്ന് എനിക്കില്ല. അങ്ങനെയാണ്. അപ്പൊ അതിലേക്ക് എന്ന് കിട്ടിയപ്പോഴാണ് ഹൃദയത്തിൻ പാത്രം നിറയുന്നു സഖി നീയൻ
ഋതു ദേവതയായി അരികിൽ നിൽക്കേ നീ എൻ അരികിൽ നിൽക്കേ. അങ്ങനെയാണ് അങ്ങനെയാണ്. ഒരു ക്ലാസിക്കിന്റെ ഷോ തുടക്കം. അല്ല, അങ്ങനെ ഒരു പാട്ട് വന്നതിന്റെ ഒരു കഥ പറഞ്ഞുള്ളൂ. It's a fabulous song. ബ്യൂട്ടിഫുൾ. അതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ പാട്ട് അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് വന്നതിൽ ഒരു സലാം. പ്രത്യേകിച്ചും യേശുദാസ് സാറും ചിത്രചേച്ചിയും ഇത് പാടിയിട്ടുണ്ട്. ചിത്രചേച്ചിയുടെ വേർഷനാണോ പാടുന്നത്? ആ ചിത്രം ചിത്രചേച്ചിയുടെ. ഓക്കെ ഓക്കെ. ഹൃദയത്തിൻ മധുപാത്രം ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ അരികിൽ നിൽക്കേ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ നീ എൻ അരികിൽ നിൽക്കേ. പറയൂ നിൻ കൈകളിൽ കുപ്പിവളകളോ മഴവില്ലിൻ മണിവർണ്ണപ്പൊട്ടുകളോ അരുമയാം നെറ്റിയിൽ കാർത്തികരാവിന്റെ മണിവിരൽ ചാർത്തിയ ചന്ദനമോ ഒരു കൃഷ്ണ തുളസി തന്നീർമല്യമോ നീ ഒരു മയിൽ പീലി തൻ സൗന്ദര്യമോ നീ ഒരു മയിൽ പീലി തൻ സൗന്ദര്യമോ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ എന്നരികിൽ നിൽക്കേ. ഒരു സ്വരം പഞ്ചമം മധുര സ്വരത്തിനാൽ ഒരു വസന്തം തീർക്കും കുയിൽ മൊഴിയോ കരളിലെ കനൽ പോലും കണിമലരാക്കുന്ന വിഷുനിലാ പക്ഷി തൻ കുറുമൊഴിയോ ഒരു കോടി ജന്മത്തിൻ സ്നേഹസാഫല്യം നിന്നൊരു മൃദു സ്പർശത്താൽ നേടുന്നു ഞാൻ നിന്നൊരു മൃദു സ്പർശത്താൽ നേടുന്നു ഞാൻ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ അരികിൽ നിൽക്കേ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ നീ എന്നരികിൽ നിൽക്കേ. ആഹാ ബ്യൂട്ടിഫുൾ. അനുഷ് എന്താ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഒരുപാട് നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എന്താ അനുഷ്കിന്റെ ശബ്ദത്തിന് പറ്റിയ രീതിയിൽ അനുഷ്ക അതിനെ മോൾഡ് ചെയ്തെടുത്ത് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി എനിക്ക്
ഇതിന്റെയൊക്കെ ഡൈനാമിക്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. താങ്ക് യു. എസ്പെഷ്യലി ഹയർ റേഞ്ചിൽ വന്ന ഭാഗങ്ങളൊക്കെ നല്ല രസമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പാടിയിട്ടുണ്ട്. പറയൂ നിൻ കൈകളിൽ കുപ്പിവളകളോ മഴവില്ലിൻ മണിവർണ്ണപ്പൊട്ടുകളോ അരുമയാം നെറ്റിയിൽ കാർത്തികരാവിന്റെ മണിവിരൽ ചാർത്തിയ ചന്ദനമോ ഒരു കൃഷ്ണ തുളസി തന്നൈർമല്യമോ നീ ഒരു മയിൽ പീലി തൻ സൗന്ദര്യമോ നീ ഒരു മയിൽ പീലി തൻ സൗന്ദര്യമോ. പക്ഷെ ഇന്നത്തെ വില്ലൻ ആരായിരിക്കും? ബ്രത്ത്. ബ്രെത്ത്. യെസ്. അപ്പൊ അറിയാം ഇല്ലേ? ഞാനും ഇത് പാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യം അച്ഛന് പാടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കും ഇത് തന്നെയാണ് വില്ലനായിട്ട് വരുന്നത്. എപ്പോഴും ബ്രെത്താണ് എന്റെ പ്രശ്നം വരിക. എസ്പെഷ്യലി അവസാനം എത്തുമ്പോഴത്തേക്കും നീയൊരു മയിൽ പീലിതൻ സൗന്ദര്യമോ ആ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, ആ ഭാഗം എത്തുമ്പോഴത്തേക്ക് കാറ്റ് ഫുള്ള് തീർന്നിട്ടുണ്ടാവും എം ജെ സാർ. അത് ഈവൻ ചരണത്തിലും ഒരു മൃദു സ്പർശത്താൽ നേടുന്നു ഞാൻ. അവിടെയും ഇതേ പ്രശ്നം. ലൈവായിട്ട് പാടാൻ ടഫ്. ലൈവായിട്ട് പാടാൻ വേണ്ടി റെക്കോർഡിങ്ങിന് അത് ശരിയാക്കാൻ പറ്റും. ലൈവായിട്ട് പാടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഒറിജിനൽ ശ്രുതി എത്ര? ഈ ആണ്. അതന്നെയാണോ പാടിയ? അല്ല, ഞാൻ എഫില പാടി. എഫില പാടിയത്. യെസ്. ബ്രെത്തിന്റെ പ്രശ്നം കൊണ്ട് പല വരികളും എൻഡിൽ എത്തുമ്പോഴത്തേക്ക് ആ ഒരു വിറ വരുന്നുണ്ടായിരുന്നു, ഒരു ഔട്ട് ഓഫ് കൺട്രോൾ പോകുന്നുണ്ടായിരുന്നു ചെറുങ്ങനെ പല ഭാഗങ്ങളിലും കേട്ടോ. അണിവിരൽ ചാർത്തിയ ഇങ്ങനെയായിരുന്നു അത്. അണിവിരൽ ചാർത്തിയ ചന്ദനമോ. അതിന് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു നേരത്തെ. ഒരു മയിൽ പീലി തൻ സൗന്ദര്യമോ, ആ സൗന്ദര്യമോ ആ എന്റെ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അതുപോലെ ചരണത്തിലും ഇതുപോലെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അതുപോലെ സ്നേഹസാഫല്യം യെസ്, അത് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്വരം പഞ്ചമ മധുര സ്വരത്തിനാൽ പ്രശ്നം. അത് ഞാൻ എം ജെ സാറിന്റെ അടുത്ത് ചോദിക്കണം എന്ന് വെച്ചാൽ, അത് ലിറിക്സ് ആദ്യം കിട്ടിയത് കൊണ്ടാണോ അത് വേറെ പോലെ ട്യൂൺ ചെയ്തിരിക്കുന്നത്? അതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരേ വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യത്യാസം അവിടെ വേണം. പിന്നെ പഞ്ചമുണ്ട്, മധുണ്ട്. അപ്പൊ അവിടെ പായും വേണം, മാ വേണം, സ്വരാക്ഷരം ചെയ്ത് മധു മധ മധുരസ്വരത്തിനാൽ പഞ്ചമ പാ. ഓക്കെ. യെസ്. അപ്പോ അനുഷ്ക് എന്നാലും ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. ഈ ചെറിയ പ്രായത്തിൽ ഈ പാട്ടെടുത്ത് പാടിയില്ലേ, വലിയ കാര്യമല്ലേ അല്ലേ? പക്ഷെ ഇതൊന്നല്ല അനുഷ്കയുടെ ഏറ്റവും നല്ല പെർഫോമൻസ്, സ്റ്റേർലിംഗ് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് ഇതിനെക്കാട്ടിലും ഒരു 50%, 60% ഇനിയും ഉയർത്താം മേലേക്ക്. അത് എന്തുകൊണ്ടാണ് ഇന്ന് പറ്റിയത്? ബ്രെത്ത് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഈ ചെറിയ പ്രായത്തിൽ ബ്രെത്തിന് ഇഷ്യൂ വരാൻ പാടില്ലല്ലോ. ഇതിപ്പോ വല്ലാതെ സ്ട്രഗിൾ ചെയ്തിട്ട് എങ്ങനെയോ അവിടെ എത്തിക്കുന്ന മാതിരി ഒരു ഫീല് എനിക്കുണ്ടായി. അങ്ങനെ ഈ പ്രായത്തിൽ വരാൻ പാടില്ല. ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിൽ വരുന്നുണ്ട് ധാരാളം. ചെറിയ പ്രായത്തിൽ അങ്ങനെ വരാൻ പാടില്ല. അത് എന്തുകൊണ്ടാണെന്ന് മോളെന്നെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. ദെൻ യു ക്യാൻ സിങ് മച്ച് ബെറ്റർ ദാൻ ദിസ്. ഈ പാട്ടൊക്കെ സുഖമായിട്ട് പാടാം മോൾക്ക് ഈ പ്രായത്തില്. ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ചരണത്തിൽ വരുന്ന ട്രെമർ ഇല്ലേ, അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ മനോഹരമായിട്ട് മോൾക്ക് പാടാൻ പറ്റും. ബ്രെത്ത് നല്ലോണം, ബ്രെത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മോള് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യണം. അനുഷ്ക നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ മൃദുദേവതയായരികിൽ നിൽക്കേ. ഞാൻ ഒരു താങ്ക് യു പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എവിടെയെങ്കിലും ഈ പാട്ട് എനിക്ക് അത് കേൾക്കാനും അതിന്റെ ഒരു അനുഭവം എനിക്ക് കിട്ടുന്നത് ലൈവായിട്ട്. അപ്പോ അനുഷ്കിന് സ്നേഹം. കേട്ടോ. പിന്നെ ഇതിന്റെ റെക്കോർഡിംഗ് മൊമെന്റ്സ് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ ദാസാറിന് പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ എടുക്കണത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അപ്പൊ പലപ്പോഴും പല പാട്ടുകളും ചോദിക്കുമ്പോഴും വേണ്ട മോനെ എന്ന് പറഞ്ഞ് അത് അവോയ്ഡ്. പക്ഷെ ഈ പാട്ട് വന്നപ്പോഴത്തേക്കും എനിക്കും വിനോദ്ജിയും ഭയങ്കര ആഗ്രഹമായിരുന്നു ദാസാറിനോട് ഒരു പല്ലവിയെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം സമ്മതിച്ചിട്ട് അങ്ങനെ ഇപ്പോഴും എൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹം പാടുന്ന വീഡിയോ ഇല്ല. അതില്
വൺ ഓഫ് ദ വെരി റെയർ ആണ് ഈ വീഡിയോ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ അരികിൽ നിൽക്കേ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ നീ എന്നരികിൽ നിൽക്കേ. ഇത് മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് കേട്ടോ. ദാസാർ സ്റ്റുഡിയോയിൽ പാടുന്ന മൂമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് വിവരിക്കാൻ പറ്റൂല. എന്തോ ഒരു വലിയൊരു സമുദ്രം നമ്മുടെ മുമ്പിൽ, സംഗീതത്തിന്റെ സമുദ്രം മുമ്പിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ്. ഞാൻ ട്രാക്ക് പാടിയ ഹൃദയവും അദ്ദേഹം പാടിയ ഹൃദയവും തമ്മിൽ യാതൊരു ബന്ധമില്ല, അജഗജാന്തരം ഉണ്ടായിരുന്നു. ആ മഹാനായിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ളതിൽ യേശുദാസ് സാറിന്റെ പ്രത്യേകത. ഉണ്ണിച്ചേട്ടന് ഒരുപാട് പാട്ടുകൾ ട്രാക്ക് പാടിയിട്ടുണ്ട്. ദാസാറിന്റെ പാട്ട് റെക്കോർഡിങ് കണ്ടു നിന്നിട്ടുണ്ട്. ചേട്ടന്റെ എക്സ്പീരിയൻസ് ആണ് എന്താണ്? അല്ല, ഞാന് തുടങ്ങി തന്നെ അങ്ങനെ ട്രാക്സ് പാടിയിട്ടാണ്, അനവധി ട്രാക്സ് പാടിയിട്ടാണ്. പക്ഷെ ഞാനത് പാടിക്കഴിഞ്ഞ് ദാസേട്ടൻ വന്ന് മിക്സ് ചെയ്യുമ്പോഴും ഞാൻ അവിടെ പോയി നിൽക്കും. അപ്പോഴാണ് നമ്മൾ പാടുന്നതും അദ്ദേഹം പാടുന്നതുമുള്ള വ്യത്യാസം ശരിക്കും അറിയുന്നത്. ഒന്നാമത് ഇപ്പൊ ദാസേട്ടൻ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ സംസാരിക്കുന്ന മാതിരിയേ ഉള്ളൂ. പക്ഷെ മൈക്കിലൂടെ ആ വോയിസ് വരുന്ന സമയത്ത് ഒരു 500 കിലോ വെയിറ്റ് തോന്നും. ആ ഡിക്ഷനിലുള്ള ഒരു സുഖം, ഓരോ വാക്കും ഉച്ചരിക്കുന്നതിലുള്ള സുഖം. അങ്ങനെ എൻ്റെയൊക്കെ പറഞ്ഞാൽ ഒരു പഠിച്ചത് ഞാൻ അതാണ്. ഞാൻ കർണാട്ടിക്കൊന്നും അധികം പഠിച്ചിട്ടില്ല. അപ്പോൾ ആ എത്രയോ റെക്കോർഡിങ്സ് ഞാൻ ദാസേട്ട് പാടുമ്പോൾ അവിടെ പോയി നിൽക്കും. അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അൺയൂഷ്വൽ ആണ്. അതൊരു ദ ഗോട്ട് എന്നൊക്കെ പറയുന്നത് അതാണ്. യെസ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. യെസ്. പിന്നെ ഈ പാട്ടിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും അതിന്റെ എക്സ്പ്രഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ പാട്ട് വളരെ ലിറിക്കലാണ്. അതിൽ വരുന്ന ഒരു കോടി ജന്മത്തിൻ സ്നേഹസാഫല്യം നിൻ ഒരു മൃദുസ്പർശത്താൽ നേടുന്നു ഞാൻ. അപ്പൊ ഈ പ്രണയം എന്ന് പറഞ്ഞൊരു സംഭവത്തിന്റെ അതിന്റെ ഒരു വരിയിൽ അതിന്റെ ഡെഫിനിഷൻ പറയാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പ്രണയമാവുള്ളൂ. ഇപ്പൊ പഴയ കാലത്ത് പ്രേമം ദിവ്യമാമോരനുഭൂതി എന്ന് എഴുതിയിട്ടുണ്ട്. പ്രണയം ഒരു അസുലഭ മധുരമാം നിർവൃതി എന്ന് ONV സാറ് വേറൊരു പാട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇതില് പറയുന്നു ഒരു കോടി ജന്മത്തിൻ സ്നേഹസാഫല്യം നിൻ ഒരു മൃദുസ്പർശത്താൽ നേടുന്നു ഞാൻ. അങ്ങനെ നേടിയാൽ മാത്രമാണ് അത് പ്രണയം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ലിറിക്കലാണ്. അപ്പൊ അതിന്റെ ഭാവങ്ങൾ ഇപ്പൊ ഋതുദേവത എന്ന് പാടുമ്പോൾ തന്നെ അതിന് ഒരു നനുത്ത ഒരു സ്പർശം, ആ സ്പർശം വരുമ്പോഴാണ് അത് കുറെ ഇടങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അനുഷ്ക പാടിയപ്പോ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ, അത് നിറയുന്നു സഖിനി അല്ല നിറയുന്നു സഖിനീയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ നീയൻ നീയൻ അരികിൽ നിൽക്കേ. അങ്ങനെ അപ്പോ ഈ നേരത്തെ പഞ്ചമം പറഞ്ഞത് ഒരു സ്വരം പഞ്ചമ പാപ മധുര മധമാ. അതുപോലെ ആ എൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ശ്വാസം എടുത്തിട്ട് പാടാൻ പറ്റുമോ? ഒരു മയിൽ പീലിതൻ സൗന്ദര്യമോ, അത്രയും കിട്ടത്തക്ക രീതിയിൽ കുറച്ചും കൂടെ ശ്വാസം എടുത്ത് നീയൊരു മയിൽ പീലിതൻ സൗന്ദര്യമോ. ഓക്കെ. ആ മയിൽ പീലിയിൽ ഇത്രയധികം വേവ്സ് കൊണ്ടുവന്നാൽ അത്രയും എനർജി അവിടെ നഷ്ടപ്പെടും. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഇത് പാടുമ്പോഴത്തേക്കും ലൈവിൽ പാടുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് രക്ഷപ്പെടാതെ കൂടുതൽ കേർവ്സ് ഇല്ലാതെ രക്ഷപ്പെടാം. എനർജി അധികം ഡിസിപ്പേറ്റ് ചെയ്യാതെ വന്നാൽ മാത്രമേ നമുക്ക് ബ്രെത്ത് നമുക്ക് നിൽക്കുള്ളൂ. അത് ഓർത്തോണം. ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ട് ഇങ്ങനെ കൊണ്ടുവന്നത് താങ്ക് യു സോ മച്ച്. യെസ് അനുഷ്ക കുട്ടി, എന്താണ് ഗസ്സിംഗ്? അറിഞ്ഞൂടാ. ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇന്നത്തെ റെൻഡിഷന് മോൾക്ക് കിട്ടുന്നത് 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് നെക്സ്റ്റ് ടൈം ബ്യൂട്ടിഫുൾ റെൻഡിഷനോടെ തിരിച്ചു വരണം. ഓക്കെ, ഒരു റിയൽ കം ബാക്ക്. ഓക്കെ, ബിക്കോസ് യു ആർ എ ഫാബുലസ് സിംഗർ.
യെസ് Yes. ഇപ്പൊ ഗ്രാഫ് അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്, അതിനെ പിടിച്ച് കുടിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്, ബൈ. താങ്ക് യു ബൈ ബൈ ഗുഡ് നൈറ്റ് Good night. എം ജെ അങ്കിൾ, നമ്മുടെ മഴപ്പാട്ട് റൗണ്ട് എം ജെ അങ്കിളുടെ ഒരു പാട്ടിലാണ്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ രാക്കിളി തന്നെ ഒരു 2 ലൈൻ പാടോ, മഴപ്പാട്ട് റൗണ്ട് കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിട്ട്. പോരട്ടെ ഒരു രാക്കളി. Come on, എം ജെ അങ്കിൾ. രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരി നനയും ഈറൻ പെരുമഴക്കാലം ഒരു വേനലിൻ വിരഹബാഷ്പം ജലതാളമാർന്ന മഴക്കാലം ഒരു തേടലായി മഴക്കാലം രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം പെരുമഴക്കാലം ആ പെരുമഴക്കാലം. താങ്ക് യു എം ജെ അങ്കിൾ. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്താ ഈ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇല്ലേ, എങ്ങനെയാണ് ഇത് എം ജെ അങ്കിൾ തന്നെ പാടുന്നു എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലേക്ക് എങ്ങനെയാ എത്തിയത്? അതിന് കാരണം ഞാനല്ല, അത് കമൽ സാറാണ്. കാരണം ഇത് പാടണം എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. ശരിക്കും ഹരിഹരൻ സാറിന് പാടണം, അല്ലെങ്കിൽ ഉസ്താദ് റാഷിദ് ഖാൻ സാർ, അദ്ദേഹം പാടണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ് എന്ന് ആദ്യത്തെ ഒരു ഹമ്മിങ് വരുന്നത് തന്നെ ശരിക്കും അദ്ദേഹം പാടിയിട്ടുള്ള ആ രാഗത്തിന്റെ ചില ഛായകൾ വരണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പൊ ഇങ്ങനെ കമൽ സാറിനടുത്ത് പറഞ്ഞു. അപ്പൊ ഇത് ആദ്യം ട്രാക്ക് പാടി, അപ്പം അത് കമൽ സാർ കൊണ്ടുപോയിട്ട് അത് ഷൂട്ട് ചെയ്തു. അപ്പൊ ഈ സമയത്ത് അത്രയും ഈ നാഗ്രയിൽ ഈ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കല്ലേ, അന്നൊക്കെ ഷൂട്ടില് നാഗ്രയിലല്ലേ. അപ്പൊ ഇങ്ങനെ കേട്ട് 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 കമൽ സാർ എന്റെ ശബ്ദവുമായിട്ട് ആ പാട്ട് ഇങ്ങനെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കമൽ സാറിനോട് പറഞ്ഞു, സാർ അപ്പൊ നമുക്ക് പാടിക്കണ്ടേ? അപ്പൊ സാർ ചോദിച്ചു, ആര് പാടുന്ന? അത് ജയൻ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അത് എനിക്ക് പോരാ, അത് അങ്ങനെ പോരാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, അല്ല അത് തന്നെ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ നന്നാക്കി പാടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചുപോയി കുറെ സംഗതികളും കൂടെ അതിനോട് ചേർത്ത് വേറൊരു രൂപത്തിൽ ഞാൻ കമൽ സാറിനെ കേൾപ്പിച്ചു. അപ്പൊ സാറിങ്ങനെ ഇരുന്നിട്ട് സാറ് പറഞ്ഞു, ഇതല്ല എൻ്റെ പാട്ട്, നേരത്തെ പാടിയതാണ് എൻ്റെ പാട്ട്. അപ്പൊ ശരിക്കും ഒറിജിനലായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ ട്രാക്ക് പോലെ പാടിയ ഒരു ഇത് തന്നെയാണ്, ആ ട്രാക്ക് തന്നെയാണ് ഒറിജിനലായിട്ട് വന്നത്. രണ്ടാമത് കുറച്ചും കൂടെ അതിനെ നന്നാക്കി എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആക്കി ഇമോഷണലി എന്നാണ് കമൽ സാർ കണ്ടത്. അപ്പോൾ ആ ക്യാരക്ടർ വരുന്നത് ആദ്യം പാടിയതിലാണ്. അപ്പോൾ കൂടുതൽ മ്യൂസിക്കലാക്കുന്നതിലല്ല, അതിന് ഇമോഷൻസ് ഏത് രീതിയിൽ കൊണ്ടുവരുന്നതിലാണ് ഈ പാട്ടിന്റെ ഘടന വേണ്ടത് എന്ന് കമൽ സാർ എനിക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. അപ്പൊ അത് ഒരിക്കലും മറക്കാത്ത. അപ്പോൾ താങ്ക്സ് ടു കമൽ സാർ ഈ പാട്ടിന് എല്ലാ കാലത്തും ലോകത്ത് എവിടെ പോയാലും ഈ പാട്ടിന്റെ പേരിൽ എന്നെ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളത്. ഇല്ലില്ല, അത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും അത് ഒരു പ്രൊമോ വീഡിയോ ഉണ്ടാക്കുന്ന മലയാളത്തില്. അപ്പൊ അത് കംപ്ലീറ്റ് മഴയത്ത് തന്നെ ചിത്രാഞ്ജലിയിൽ ഷൂട്ട് ചെയ്ത്, മഴ കൊണ്ട് ഒരു രാവിലെ തൊട്ട് രാത്രി വരെ മഴ കൊണ്ട് ഫിലിമിലില്ല അത്. അപ്പൊ അങ്ങനെ ഒരു പ്രൊമോ വീഡിയോ, പ്രൊമോ സോങ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആദ്യമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ വന്ന ഒരു പാട്ടും കൂടിയാണ്. പക്ഷെ ആ വീഡിയോ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. ഇല്ല, എവിടെയും കിട്ടുന്നില്ല ആ വീഡിയോ. ആ വീഡിയോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു തരണം കേട്ടോ. എന്റെ ഉണ്ടായിരുന്നു കുറെ വർഷം മുമ്പേ. പക്ഷെ ആ വീഡിയോ ഇപ്പൊ കണ്ടാൽ എല്ലാവരും ട്രോൾ ചെയ്യും.
ആ രീതിയിലാണ് എന്റെ വീഡിയോ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കഥ. കൂടുതൽ അതിനെ പറ്റി പറയണ്ട. അതിനെ പറ്റി പറയുന്നത് നല്ലതല്ലേ. അന്ന് കമൽ സാർ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് നമുക്ക് ആ പാട്ടിനൊരു സ്റ്റേറ്റ് അവാർഡ് വന്നു. Yes. എല്ലാവർക്കും എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പാട്ടായി പാട്ടായി മാറി. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പൊ പാടി തന്നതില്. ഇതുപോലൊരു മഴ പെയ്ക്കാനായിട്ട് ഒരാൾ വരാൻ പോവാണ്. എവിടുന്നാണ്? നമ്മൾ കേരളത്തിൽ നിന്നല്ല ആളെ വിളിക്കുന്നത്. അമ്പത്തൂർ അമ്പത്തൂർ സിംഗം Yes. എത്തുന്നു. ലെറ്റ്സ് വെൽക്കം റൈക്ക കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് റൈക്ക കുട്ടി. ഹലോ. നല്ല ഉടുപ്പല്ലേ ഹരി ഇന്ന് ചേച്ചി? ഫുൾ റെഡ് ആണല്ലോ. കണ്ടോ, റൈക്ക വന്നു. അപ്പൊ എനിക്കിവിടെ ഒരു ബട്ടർഫ്ലൈ വന്നു കേട്ടോ. അതെ, എനിക്കൊരു കാര്യം പറയണ്ടേ. റൈക്ക പാടാൻ പോണേ. ഈ പാട്ട് കേട്ടോണ്ട് ഇവിടെ ഇരുന്നോണേ. അതെ പോയി. നല്ല ആൻസർ. പറഞ്ഞുപോയി. ഇല്ലല്ല, ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നത്. അവിടെ നിന്ന് ശരിക്കും വിഷൻ അവിടെ ഇരുന്ന് കാണാൻ വേണ്ടി പോയിരുന്നായിരിക്കും. ഒരു 3D Butterfly. ബട്ടർഫ്ലൈക്ക് എന്താ പറയാ മോളെ? പട്ടാമ്പൂച്ചി തന്നെ. പട്ടാമ്പൂച്ചി. ആ. പട്ടാമ്പൂച്ചി. അപ്പൊ റൈക്കോടെ പാട്ട് കേൾക്കறதுக்கு പട്ടാങ്കൂച്ചി പൂച്ചി കൂടാ വന്നത് ഇല്ല. അപ്പൊ ഇന്നേക്ക് ഏത് പാട്ട്? മഴപ്പാട്ട്. ചിൽ ചിഞ്ചിലമായി. ചിൽ ചിൽ ചിൽ. ആഹാ, വിദ്യാസാഗർ സർ, ആമാം. നമ്മുടെ സ്വന്തം മധുചേട്ടന്റെ പാട്ട്. Yes. യെസ്, ആൻഡ് ശ്വേത മധു. ചേച്ചി. യെസ്. മത് നല്ല പാട്ട്. റിം ചിം പോടുறது ഉം. ഹിന്ദിയിൽ வந்து ഒരു സോങ് റിം ചിം ഗിരേ സാവൻ. കിഷോർജി. ലെജൻഡറി കിഷോർദ. കിഷോർദ, R.D. ബർമൻ. ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടോ. അപ്പൊ അതിലാണ് റിം ചിം. പിന്നെയും റിം ചിം അതും R.D. ബർമൻ സാർ ചെയ്തതാണ്. അപ്പൊ ഈ മഴ ഇങ്ങനെ റിം ചിം എന്നാണ് പെയ്യണെന്നാണ് ഹിന്ദിയിൽ അവർ പറയണത്. അപ്പൊ മഴയെ പറ്റി എന്താണ് അഭിപ്രായം? ഒന്നുമില്ല, ജോളിയാ ഇരിക്കലാം. ജോളിയാർക്കും. ആ, മഴയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മഴ നമുക്ക് ചാറ്റൽ മഴയും തരാം, നീറ്റൽ മഴയും തരാം. ചാറ്റൽ മഴ നമ്മളെ ഇങ്ങനെ കംഫർട്ടിങ് ആണ്. നീറ്റൽ മഴ എന്ന് പറഞ്ഞാൽ സകലതും കൊണ്ട് ഒരൊറ്റ പോക്കാ ഓ, അല്ലേ. നമ്മൾ ഫ്ലഡും ഇത് സുനാമിയൊക്കെ കാണുന്നത് അല്ലേ. അപ്പൊ നമുക്കൊരു ചാറ്റൽ മഴയാണ് നമുക്ക് വേണ്ടതല്ലേ. അപ്പൊ അതുപോലത്തെ മ്യൂസിക് ഉള്ള ഒരു പാട്ടാണെന്ന് തോന്നുന്നു. ആമാം. കുറച്ച് വൈബ്രന്റ് ആണ് മഴ, yes. കുറച്ചും കൂടെ വൈബ്രന്റ് ആണ് അല്ലേ. ആ. അപ്പൊ മഴ നന്നായിട്ട് ആസ്വദിക്കട്ടെ. അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്? മൂവി തോപ്പിൽ ജോപ്പൻ, ഇയർ 2016, മ്യൂസിക് വിദ്യാസാഗർ സർ, ലിറിക്സ് വയലാർ ശരത് ചന്ദ്രവർമ്മ സാർ, പാടിയത് മധു അങ്കിളും ശ്വേത ചേച്ചി. യെസ്. അപ്പൊ മിടുക്കി ആ. കേട്ടോ. കിഡ്ലൻ കോസ്റ്റ്യൂം താങ്ക് യു. അടിപൊളിയായിട്ട് പാടാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു. ചിഞ്ചിലമായി ചിഞ്ചിലമായി ചിൽമഴ നീ
R for Raika. ரொம்ப நல்லா இருந்தது. தேங்க்யூ ஒரு புது மழை போல பொழிந்தது. தேங்க்யூ. ശരിയാണോ ചേട്ടാ? പിന്നെ കറക്റ്റാ. നീങ്ക ഉസ്താദ് ആയിട്ടില്ല പോ. ഉസ്താദ് தமிழ் நான் வந்து தூள் கலப்பிட்டேங்க இல்ல? கரெக்டா கரெக்டா കറക്റ്റ്. മോശമല്ലടേ, ഇമ്പ്രൂവ് ചെയ്യടേ. സ്വയം പറയാ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് സൂചിച്ചേ പോലെ ആവാ. വാട്ട് ഇസ് ദിസ് സുജു? കം ഓൺ കം ഓൺ കം ഓൺ. അങ്ങനെ പറയല്ലേ. Come on, sing better. ആ മോളെ ഓ വോയിസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഈ Thank പാട്ടില്. ചിഞ്ചിലമായി ചിഞ്ചിലമായി ചിൽമഴ നീ റിം റിം ചിമമായി റിം ചിമമായി നൂൽമഴ നീ കാറ്റില തിന്നിയ പൂമഴ നീ കണ്ണിനു കണ്ണിനു വെൺമഴ നീ കാതിനു കാതിനു തേൻമഴ നീ എന്നുമേ. It came right here. താങ്ക്യൂ So that is great. അപ്പൊ താങ്ക്യൂ. ഞാനിങ്ങനെ മഴയെ പറ്റി ഇങ്ങനെ ആലോചിക്കരുതേ. ഒരുപാട് മഴപ്പാട്ടുകളൊക്കെ ചെയ്യാനായിട്ടുള്ള ഭാഗ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ തമിഴില് മഴൈ എന്ന് പറയുന്നു, നമ്മൾ മഴ എന്ന് പറയുന്നു അല്ലേ? അവിടെ അത് തൂറൽ എന്ന് പറയുന്നു, ഇവിടെ മഴ പെയ്യുന്നു അല്ലെങ്കിൽ മഴ തൂറ്റുന്നു എന്ന് പറയുന്നു. മുത്തുത്തൂറൽ എന്നൊരു പരുവക്കാട്ടിൽ മുത്തുത്തൂറൽ എന്നൊരു പാട്ടിലില്ലേ, കേട്ടിട്ടുണ്ടോ? ഇല്ല. മുത്തുത്തൂറൽ മുത്തുത്തൂറൽ. തെന്മേற்கு പരുവക്കാർ. അതാണ്. അപ്പൊ അത് ഭയങ്കര രസമാണ് അല്ലേ? അർത്ഥം അടുത്തടുത്ത് ഭയങ്കര കിടക്കുന്ന difference. പ്രദേശങ്ങളാണെങ്കിലും അർത്ഥം ഭയങ്കര difference. അർത്ഥം ഒരൊറ്റ Contrast ആണ്. അയ്യോ. ഒരൊറ്റ മാറും. അതാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ചില പ്രദേശങ്ങളെ കുറിച്ച് പറയാം. എന്നുമേ എന്ന് പാടിയില്ലേ, അതിലൊരു ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് വെരി ഗുഡ് കേട്ടോ. താങ്ക്യൂ Yes. വെരി വെൽ റെൻഡേർഡ് ആണത്. താങ്ക്യൂ പിന്നെ പ്രാവാണു നീ, നമ്മുടെ പ്രാവിനെ ഫീൽ ചെയ്തു. താങ്ക്യൂ. ആ. പിന്നെ മർമ്മരമായി. ഈ മർമ്മരം എന്നുള്ള വാക്കേ ഉണ്ണിച്ചേട്ടാ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇംഗ്ലീഷിൽ മർമർ തന്നെയാണ് Yes. മർമ്മരം. മലയാളത്തിൽ അതെ. ആ അതെങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെന്നോ വന്ന ലാംഗ്വേജ്, ഇവിടെ നമുക്കുള്ള ലാംഗ്വേജ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒന്ന് മർമർ എന്ന് പറയും, മറ്റേത് മർമ്മരം എന്ന് മർമ്മരം. പറയും. സോ അത് ഭയങ്കര ഒരു രസമുള്ള. അപ്പൊ മർമ്മരം എത്ര ലോ ആയിട്ട് പറയാൻ പറ്റും? അത് കൊള്ളാം. താങ്ക്യൂ. കുറച്ചുകൂടെ കുട്ടിയാ? മർമരമായി കൊള്ളാം. ഇനി കുട്ടിയാ? മർമരമായി ഇനി കുട്ടിയാ? മർമരമായി. അപ്പൊ മർമ്മരമല്ല, ആ. അത്ര കൂട്ടാൻ പാടില്ല. പക്ഷെ പാടിയതിൽ മർമ്മരം കൊള്ളായിരുന്നു. അതൊന്ന് പാടിയേ. ഓർമ്മകളിൽ മർമരമായി നെഞ്ചിരികൾ. അപ്പോഴത്തെ മർമ്മരം കൊള്ളായിരുന്നു. ഇപ്പോഴത്തെ മർമ്മരം കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഈ എൻ എന്നുള്ളത് ഇത്ര അധികം ഇമ്പാക്ട് വേണ്ടെന്നാണ്, കുറച്ചുകൂടെ സോഫ്റ്റർ. ഓർമ്മകളിൽ മർമരമായി നെഞ്ചിരികൾ. ദാറ്റ് ഈസ് ഗുഡ്. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു ഏരിയ ഉണ്ടായിരുന്നു, ഒരു പ്രദേശം. ആ പ്രദേശത്തിനെ കുറച്ചുകൂടെ വിപുലീകരിച്ചൊന്ന് പാടിത്തരൂ. എപ്പോഴും നെഞ്ചിലെ തളിരോർമ്മ നീയല്ലേ. അത് എന്നാ നോട്ടായിരുന്നത് അങ്കേ? ഇപ്പോഴും ഇപ്പോഴും നെഞ്ചിലേ ഇപ്പോഴും നെഞ്ചി, അത് കഴിഞ്ഞിട്ട് നെഞ്ചിലേ. അല്ലേ? ആ നോട്ട് അത് കേക്കണം. അടുത്തത് ഇപ്പോഴും മാറിലേ. ഇത് എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഓക്കേ. അപ്പൊ ശരിക്കും അവിടെ കുറച്ചും കൂടെ മെലോഡിയസ് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യം കൂടെ ഉണ്ട്. കാരണം അതുവരെയുള്ള നോട്ട്സ് അല്ല അതിനകത്ത് വരുന്നത്. ഒരു വേറൊരു മോഡുലേഷൻ ആണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. അത്തരം പോർഷൻസ് ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ ബേസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ശബ്ദത്തിന്റെ ഒരു ടാമ്പർ വേറെ മാതിരിയാണ് വർക്ക് ചെയ്യണേ. അപ്പൊ നമ്മൾ മൈക്ക് അടുപ്പിക്കുന്നതും മാറ്റുന്നതും ഒക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അവിടെ. അങ്ങനെയാണെങ്കിൽ പാടുന്നത് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അവിടെ തോന്നും, ഇവിടെ ഒന്നും തോന്നൂല കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് സംഭവമാണ് കേട്ടോ. ഈ കോസ്റ്റ്യൂം വളരെ രസമുണ്ട്. അത് ഈ പാട്ടുമായിട്ട് ചേരുന്നത് പോലെ അങ്കിളിന് തോന്നുന്നുണ്ട്. അതൊരു തെറ്റാണോ? ഒരിക്കലും അല്ല. വളരെ ശരിയാണ് പറഞ്ഞത്. അത് ശരിയാണ്. അപ്പൊ ഇന്ന് റൈക്ക പാടിയത് ரொம்ப നല്ലായിരുന്നതെന്ന് എനിക്ക് തോന്നിയത് ഒരു തെറ്റാണോ? അല്ല. അല്ല, ഒരു തെറ്റാണോ? ഏയ് തെറ്റേ അല്ല. നല്ലൊരു ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ വേണ്ടി. അത് ആ വിസ്താരവും ആ കോസ്റ്റ്യൂമും ആ പാട്ടും അതിന്റെ ടോപ്പ് ബാൻഡും എല്ലാം കൂടെ ചേർന്നപ്പോ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. ഏറ്റവും ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന കാരണം എന്താ? ഇത് പാടിയിരിക്കുന്നതാരാ? മധുവങ്കളും. മധു Yes. പാടിക്കുന്നത്. ഓ അതാണ് ശ്വേത ചേച്ചി അല്ലേ?
രണ്ടുപേരുമാണ് പാടിയിരിക്കുന്നത്. മധുബാലകൃഷ്ണൻ നമ്മുടെ ഒരു ഹായ്. അയ്യോ, മിസ് ചെയ്യുന്നുണ്ടോ ചേട്ടനെ? ബർത്ത്ഡേ ഞാൻ മിസ് ചെയ്തു കേട്ടോ. ശരിയാ. വല്ല ആവശ്യമുണ്ടോ? രാഘു, വാട്ട് ഇസ് ദിസ്? ഞാൻ ഉള്ളപ്പോഴല്ലേ അതൊക്കെ ചെയ്യാൻ. ഞാനുമില്ല. എന്തായാലും മധു തിരിച്ചു വരുമ്പോ ഞാനൊരു പ്രസന്റ് കരുതി വെച്ചിട്ടുണ്ട്. മധു, ഒരു സമ്മാനം. അതെ. ചേട്ടാ പെട്ടെന്ന് വന്നോ, സമ്മാനം റെഡിയാണ്. Yeah. അപ്പൊ റൈക്ക ബേബി, ഓ നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ വേണ്ടി. താങ്ക് യു. ആ വോയിസില്ലേ, ഉം. റൈക്ക ബേബിയുടെ വോയിസ് ആ മേളത്തെ റേഞ്ചിൽ എത്തുമ്പോഴാണ് അതിന്റെ ആ ഒരു പവർ ശരിക്കും പുറത്തു വരുന്നത്. നീ എന്നുമേ എന്ന് പറഞ്ഞ ആ ഭാഗമില്ലേ, അവിടെ എത്തുമ്പോഴത്തേക്ക് അത് ഇത്രയും ശക്തിയുണ്ടോ ആ വോയിസിന്, ഇത്രയും പവർഫുൾ ആണോ എന്നിങ്ങനെ തോന്നിപ്പോന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ കേട്ടോ. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല രസമായിട്ട് ചെയ്തു. എസ്പെഷ്യലി അത് ലാസ്റ്റ് പല്ലവി ആകുമ്പോഴത്തേക്ക് അത് വാസ് എക്സലന്റ് കേട്ടോ, മിടുക്കിയായിട്ട് ചെയ്തു. എനിക്കും തോന്നിയത് ആ ഒരു ചില പോർഷൻസിൽ മൈക്കിന്റെ പൊസിഷൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും തോന്നി. എസ്പെഷ്യലി അനുപല്ലവിയിലും ചരണത്തിലും പെട്ടെന്ന് ആ ഒരു നോട്ട് മാറുന്നുണ്ടല്ലോ, ആ ഒരു ചേഞ്ച് വരുന്ന ആ പോർഷനിൽ മൈക്ക് കുറച്ചും കൂടെ ഒന്ന് അടുപ്പിച്ച് പിടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയേനേന്ന് തോന്നി കേട്ടോ. അതാണ് മെയിൻ ആയിട്ട് ഇന്ന് തോന്നിയത്. പക്ഷെ എനിക്ക് ഓവറോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഞ്ഞു കുഞ്ഞു സ്ഥലത്ത് പിച്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പ്ലസ് എന്താന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഇറ്റ്സ് യുവർ വോയിസ്. ആ വോയിസിന്റെ ശക്തി ഞാൻ ഇന്ന് അറിഞ്ഞു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. റൈക്ക, R for what? No, rain. റെയിനിന്റെ ഒരു ഉന്മാദം ഉണ്ടായിരുന്നു പാട്ടില്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, റെയിനിന്റെ സ്പിരിറ്റ്, അത് ആ പാട്ടില് മോള് പാടിയതിലുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വെരി അട്രാക്റ്റീവ്. അത് പറയാതിരിക്കാൻ വയ്യ. ത്രൂ ഔട്ട് ദ സോങ് ആ ഒരു സ്പിരിറ്റ് മോള് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. ദാറ്റ്സ് റിയലി അപ്രീഷിയേറ്റഡ്. ഓക്കെ, മോളുടെ വോയിസ് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ. ഞാൻ ഇപ്പൊ കുറേയല്ലോ കേട്ടിട്ട്. ലാസ്റ്റ് ഞാൻ കേട്ടത് ഏതറിയോ? ഈ ഇഞ്ചേരിങ്കോ. That was a fabulous performance. അതേമാതിരി തന്നെയായിരുന്നു ഇന്നും. സ്ലൈറ്റ്ലി ആ ബേസിക് എന്താ പറയാ ബേസ് രജിസ്റ്റർ ഇല്ലേ, അതിൽ വരുമ്പോഴത്തെ ആ ക്ലാരിറ്റി മാത്രമാണ് ഇന്ന് എനിക്കൊരു ഡിഫക്റ്റീവ് ആയിട്ട് തോന്നിയത്. എക്സെപ്റ്റ് ഫോർ 1 or 2 സ്ലൈറ്റ് പിച്ചിങ്. അതും കൂടി, അത് ഇങ്ങനത്തെ പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു എക്സൈറ്റഡ് ആവുമല്ലോ, അപ്പോൾ വരുന്ന ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതർവൈസ് യു ആർ എ ഫാന്റാസ്റ്റിക് സിംഗർ നൗ. നല്ല ഗ്രൂം ചെയ്ത് വന്നു. വോയിസിന് നല്ല പ്രസൻസ് വന്നു മോളെ. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് പ്ലസ് ഫോർ യു നൗ അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ഇനി മുന്നേറണം. ഓക്കെ, ഈ സോങ് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ മധു ആൻഡ് ശ്വേത പാടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു സ്പിരിറ്റ് മോൾ ഇതിൽ കൊണ്ടുവന്നു. இது மது அங்கிள் பாடினாலும் எனக்கு உன்னி சார் வந்து இந்த பாட்டுல வந்துட்டே இருந்தா. அது ஏன் தெரியுமா? இதோட பிஜிஎம் வந்து உன்னி சார் பாடின கண்ணாலே மியா மியா வித்யாசாகர் அந்த மாதிரியே இருந்தது. சோ எனக்கு அந்த பாட்டு ரொம்ப பிடிக்கும். அது பட் ஆ ஸ்பிரிட் த்ரூ அவுட் தி நீ கீப் அப் பண்ண. Thank you. Especially அந்த லாஸ்ட் பல்லவியில என்னுமேன்னு பாடுனல நல்லா இருந்தது. That was fantastic. அது வந்து ஸ்ருதியில சேரும்போது இருக்கிற ஒரு சுகம் இருக்கே, அது வேற லெவல். Thank you. ரொம்ப நல்லா பண்ண. Thank you. Okay, all the best wishes. Thank you. റൈക്ക ബേബി, ആ ഒരു മഴ പെയ്ത ആ ഒരു ഫീൽ, ആ മഴ പെയ്ത ആ ഒരു സുഖം നമുക്കിന്ന് തന്നതിന് റൈക്ക ബേബിയുടെ മാർക്ക് 97.75 out of 100. Thank you. അപ്പൊ റൈക്ക ബേബി, നമ്മൾ ഇനി മാർക്കൊക്കെ കൂട്ടണം. നമ്മൾ പുതിയ സ്റ്റേജസിലോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ. MJ അങ്കിൾ, നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇനി ഒരു സൂപ്പർ മെലഡി റൗണ്ടിൽ ഒരു സൂപ്പർ മെലഡി സോങ് ആണ് വരാൻ പോകുന്നത്. അത് പാടാൻ എത്താൻ പോകുന്നത് MJ അങ്കിളുടെ സൗരംഗനാണ്. യെസ്, അതെ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സാരംഗ് ഓൺ സ്റ്റേജ്. സുഖാണോ? ആ സുഖം. എനിക്കോ? സുഖകരം. എന്താണ് നിന്റെ സുഖത്തിനൊരു കനം? കനമല്ല, കരം, സുഖകരം.
ഞാൻ പാടാൻ പോകുന്ന പാട്ട് ആ സിനിമയിലാ. ഏത്? സുഖം സുഖകരം. ഓ അതാണ്, അല്ലാതെ നീ എന്നോട് സുഖാണോ എന്ന് ചോദിച്ചതല്ല. നിന്നോട് ആരാ സുഖാണോ എന്ന് ചോദിക്കുന്നത്? ഞാൻ പാടാൻ പോകുന്ന സിനിമയുടെ പേര് ഓർത്തതാ, സുഖം സുഖകരം. എന്നാ ചേട്ടൻ പോട്ടെ, ടാറ്റാ. മൈ ജെന്റിൽമാൻ. ഹൈ ഹൈ ഹായ്. സരംഗൻ ആ മറുകനേ അത് സാർ എപ്പം പാടും. സാവേരി ബാലകനേ മോഹന കുമാരനെ. എനിക്ക് ഏറ്റവും സന്തോഷം എന്നറിയാം, സൗരംഗൻ ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും. അതെ, നേരത്തെ ആണെങ്കിൽ സൗരംഗൻ ഒരു സംശയമാണ്, മിണ്ടില്ലായിരുന്നു ആരോടും. അത് എപ്പോ തൊട്ടാണ് എം ജെ അങ്കിളിന് ഓർമ്മയുണ്ട്? ഇവനൊരു ദിവസം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് പാടിയില്ലേ? അപ്പൊ തൊട്ടാ ഇവനിങ്ങനെ മിണ്ടാൻ തുടങ്ങുന്നേ. അപ്പൊ അത് എന്തോ ഒരു ഭൂതോദയം വന്നു. ഭൂതോദയം. അല്ല സാരംകോട്ട, എന്തോ? എന്ത് പറയുന്നു എല്ലാരും? എല്ലാരും നല്ല തന്നെ പറയുന്നു. ആ. പിന്നെന്താ, എന്താ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞ പാട്ടൊക്കെ കേട്ടിട്ട്? പാട്ടൊക്കെ കേട്ടിട്ട് ഫാൻസ് അതായത് ഈയിടെ കഴിഞ്ഞ പെർഫോമൻസ് റൗണ്ട് ഉണ്ടായിരുന്നു, അതില് ഞാൻ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചില്ലേ. അപ്പൊ അതില് ഏത് പാട്ടായിരുന്നു അത്? മാർഗഴിയെ മല്ലികെ. ഓക്കെ. അപ്പൊ അതില് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പിന്നെ മുണ്ടൊക്കെ എടുത്തി അതിൽ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എല്ലാവരും പറഞ്ഞു സൂപ്പറായി, സാരെങ്കിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ഡാൻസ് കളിച്ച് പിന്നെ കൊറേ സംസാരിച്ച് എന്നൊക്കെ പറഞ്ഞു. അത് കിഡ്ലം പെർഫോമൻസ് ആയിരുന്നു ടോണി സർ. അടിപൊളിയായിരുന്നു അത്. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് എന്റെ പാട്ട് കാണാൻ വേണ്ടിട്ട് എന്റെ കസിൻസ് വന്നിട്ടുണ്ട്. ഹലോ, ഹൈ ഹൈ പറയ്. ഒരു കുഞ്ഞു ബേബി ഉണ്ടല്ലോ അവിടെ. ആ കുഞ്ഞു ബേബി ഓർമ്മയുണ്ടോ? അത് നമ്മുടെ ഫാമിലി റൗണ്ടില് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചിയുടെ ഇവിടെ അടുത്തിരുന്നിട്ട് ഇവളെ ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിരുന്നു. ഏത്? അത് ഈ കുഞ്ഞു ബേബി ശരിയാ. വന്നു കേട്ടോ. ഇവരൊക്കെ എവിടുന്നാ വന്നിട്ടുള്ളത്? ഇവരൊക്കെ വടകര, പിന്നെ തലശ്ശേരി. നമ്മുടെ സ്ഥലമാണല്ലോ. അതെ ഇന്ന് മെലഡി ആണോ? അതെ സർ. ഏതാണ് പാട്ട്? നിന്റെ നീല താമരമിഴികൾ കാരാണഴകേകി. ആര്? അറിയത്തില്ല. ബട്ട് വൈ? എന്തിന്? ആര്? എങ്ങനെ? അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും അറിയത്തില്ല. ഡീറ്റെയിൽസ് അങ്ങ് പറഞ്ഞോടാ നീ. ഞാനിപ്പോ പാടി അഴകേക്കും. അതെ അതെ. ഫിലിം സുഖം സുഖകരം. പിന്നെ വർഷം 1994. പാടിയത് യേശുദാസ് സാറും ചിത്ര മാമും. മ്യൂസിക് രവീന്ദ്ര ജെയിൻ സാർ. മക്കളെ, എന്തോ മോനെ, എന്തോ ചക്കരെ, എന്തോ കുട്ട, നന്നായിട്ട് പഠിക്കൂ. ഓക്കെ സാർ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നിന്റെ നീല താമരമിഴികൾ കാരാണഴകേകി.
ഒന്നുമറിയില്ല നിന്റെ നീല താമരമിഴികൾ കാരണഴകേകി പേടമാനോ കരിമീനോ നീണ്ടിരുണ്ടൊരു നിൻവാർമുടിയിൽ കരിപ്പൂശിയതാരോ കറുത്തവാവോ കാർമുകിലോ ആരാണോ നേരാണോ ഞാനറിയില്ല. Thank you. റെഡി സാരംഗ്. ഓ. ബ്യൂട്ടിഫുൾ. Thank you. സാരംഗ് എന്ന് പറഞ്ഞാലേ നമ്മളൊരു ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഒരു പാട്ടിൽ. സെലക്ഷൻ ഓഫ് സോങ്ങിൽ എന്നെ സ്കോർ ചെയ്തു. ആ പാട്ടിൽ ഫസ്റ്റ് പല്ലവിയിൽ മാത്രം ഒരു സ്ലിപ്പ് വന്നു അതെ മോനെ അതെ സർ. അല്ലേ? ആ. സമ്മതിച്ചോ? Yes, ആ, യെസ്. അനുപല്ലവിൽ നീ ചരണത്തിലൊക്കെ അങ്ങ് പറന്നില്ലേ മുകളിലേക്ക് അല്ലേ? അതെ. അത് അങ്ങനെ പാടാൻ പറ്റിയ ഒരു പാട്ട് സെലക്ട് ചെയ്തു മോൻ. അതെ അതെ. ആ അതിൽ പല സംഭവങ്ങളും ഉണ്ട്. ആ സഞ്ചാരമൊക്കെ ഒരു വളരെ ഡിഫറെന്റ് ആണ്. ഓ ഓ. ഒരു സാധാരണ പാട്ടിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സഞ്ചാരം. അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്തു മോൻ. Yes, sir. വോയിസിന്റെ ആ ത്രോ ഉണ്ടല്ലോ, അതെ. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. Yes, sir. സിന്ദൂരച്ചാരോ ചെണ്ടിൽ ചെന്തുണ്ടിപ്പഴമോ മന്ദാരപ്പൂവോ പൂന്തിങ്കൾ പ്രഭയോ കവിളിൽ കൈതപ്പൂങ്കുലയോ ശൃംഗാരച്ചിമിഴോ. നമ്മൾ ഈ പാട്ട് കഴിയരുതേ എന്ന് തോന്നിപ്പോയി എനിക്ക്. അത്ര മനോഹരമായിട്ട് പാടി, ബ്യൂട്ടിഫുള്ളായി പാടി മോനെ. ഇനി എന്താ ഇതിൽ പറയാനുള്ളത്? ഒന്നുമില്ല, അത്ര ഇഷ്ടമായി എനിക്ക്. Yes, sir. Thank you. ഇനിയും ഇങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ എടുത്ത് ഗംഭീരമായി പാടാനാവട്ടെ. Sir, thank you. ആ സ്ലിപ്പ് വരാതെ നോക്കാമായിരുന്നു മോനെ, Okay, sir. അല്ലേ? അതെ അതെ. പക്ഷെ ഇത് മോന്റെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. Yes, sir. Thank you. ഗുഡ് ലക്ക്. മാൻമിഴിപ്പൂവ് അതെ അതെ. മീൻ തുടിച്ചേല് എന്റെ പയ്യൻ നീ എന്റെ പയ്യൻ Thank you, sir. തീരത്ത് തുള്ളും മാമഴത്തുള്ളി എന്റെ സാരംഗ് കുട്ടൻ എന്റെ സാരംഗ്. ആ ഒത്തിരി ഇഷ്ടാടാ. Yes, thank you, sir. എ മ്യൂസീഷ്യൻ ഇൻ ദ മേക്കിംഗ്. അതാണ് നീ. മ്യൂസിക്കാലിറ്റി ഭയങ്കര ഹൈ ആ, അല്ലേ? അവന്റെ ഉള്ളിലുള്ള ആ. സംഗീതം ഇങ്ങനെ അത് ഉറഞ്ഞു കൂടുകയല്ല, അത് വെളിയിലേക്ക് ഇങ്ങനെ തുളുമ്പി തുളുമ്പി പതഞ്ഞ് പൊങ്ങുകയാണ്, പതഞ്ഞ് പൊങ്ങുന്നു അല്ലേ? അതെ അതെ. ഇത് ഒറിജിനൽ പിച്ച് ചെയ്ത മോനെ? ഇത് തന്നെ ഈ അതെ ഈ അല്ലേ? സെയിം അല്ലേ? Yes. ഓ സെയിം പിച്ചിലാ പാടി. ആ ഗുഡ്, വെരി ഗുഡ്. ആ ഈ നന്നായിരുന്നു Yes, sir. Thank you. കേട്ടോ. മാത്രമല്ല മേളില് എനിക്ക് ചെറിയ ടെൻഷൻ ഇല്ലാതിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ചെറിയ ഇല്ല. ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ എത്തുമോ എന്നുള്ളത്. ആ, ആ. അവസാനത്തെ പല്ലവിയിൽ ആരാണോ ഇല്ലേ, അതെ. അവിടെ കുറച്ച് ശ്രുതി ചേരാത വന്നിട്ടുണ്ട്. Okay, sir. മേളില് സാ ഓ, അതുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. okay. ഓക്കെ. പിന്നെ നീല, ഞാൻ ആദ്യം റിഹേഴ്സലിൽ പറഞ്ഞിരുന്നത് നീ- നീല, അത് കുറച്ചൊന്ന് വെരി ഫസ്റ്റ് മാത്രം ഓ, ഒന്ന് സ്ലിപ്പ് ചെയ്ത് പൈ പൈ. അത് കറക്റ്റ് ആയിട്ട് പാടറി. നിന്റെ നീല താമരമിഴി. അത്രേ ഉള്ളൂ. സിമ്പിൾ. അത് നമ്മൾ ഓവർ ഡു ചെയ്യാൻ ശ്രമിച്ചാൽ Yes, sir. അത് കയ്യിൽ നിന്ന് പോകും അയ്യോ, അതെ കേട്ടോ. അതെ, അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അതാണ് ഇപ്പൊ അതാണിപ്പോൾ വളരെ സംഭവിച്ചത്. സംഭവ ബഹുലമായിരുന്നു. വേറെ ഒന്നും സംഭവിക്കാഞ്ഞത് ഭാഗ്യം. പിന്നെ സിന്ധൂര എന്ന് പാടിയത്. ആ, സിന്ദൂര. ആ അത് പാടി. ദൂരം. ഓ, സിന്ദൂരച്ചാരോ. ആ പനിസാനി, ആ സാ കുറച്ചുകൂടെ ശ്രുതികരാണ് കേട്ടോ. ഓ, സിന്ദൂരച്ചാരോ. ആ അത് കൂടെ. പിന്നെ തിരിച്ച് പല്ലവിയിലോട്ട് ഓ എന്ന് പറഞ്ഞു വരില്ലേ, ഓ, നിന്റെ നീ- അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. Thank you, sir. അതിനൊരു ഭയങ്കര മൂഡാണ് കേട്ടോ. ആ നോട്ട്സ് വരുമ്പോഴത്തേക്ക് കോമ്പോസിഷനും ആ ഒരു കാര്യത്തിലാണ്. ഈ മന്മഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശക്തി കൂടുന്നുണ്ടല്ലോ. ഓ മന്മഥ എന്ന് പാടിയില്ലേ, ഓ. ഉഗ്രനായിരുന്നു കേട്ടോ. ആ. അവിടെയാണ് ഫുൾ ആ പവർ വന്ന, ടാലന്റിന്റെ പവർ വന്ന, നിനക്ക് പാടാനുള്ള കോൺഫിഡൻസിന്റെ പവർ വന്ന, എക്സ്പ്രഷന്റെ പവർ വന്ന, അതെല്ലാം ഉഗ്രനായിരുന്നു. പിന്നെ എന്താണോ ഞാൻ അറിഞ്ഞില്ല, അത് എങ്ങനെയാ പാടിയത്? എന്താണോ ഞാനറിഞ്ഞില്ല. എന്താ അവിടെ ആ സായാണ് പ്രശ്നം.
പിന്നെ പുഞ്ചിരിച്ചാൽ പുറത്ത് കാണുന്നത് മുത്തോ മുല്ലപ്പൂ മുട്ടോ ഇതെങ്ങനെ ഉണ്ടായിരുന്നു പാടിയത്? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മോശമായി പറഞ്ഞൂടാ. കൂടെ നന്നായി പാടിയോ? കുറച്ചുകൂടെ കൂട്ടിക്കാം. സൂപ്പറായി പാടി. കുറച്ചുകൂടെ കൂട്ടി. ഇതപ്പുറം പറയാം. അതിനപ്പുറം എന്ത് പറയാനില്ല. സൂപ്പർ ഒന്നുമല്ലേ, അതിനപ്പുറം പാടി. താങ്ക് യു സർ. അത് ഭയങ്കര സന്തോഷമാണ്. സൂപ്പർ ഡ്യൂപ്പർ. അപ്പൊ വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു. നീ എന്റെ പയ്യൻ എന്നും എന്റെ പയ്യൻ. കേട്ടോ? ഓക്കെ സർ. സാരംകൂട്ടാ, എന്തോ കിഡിലെ സോങ് സെലക്ഷൻ താങ്ക് യു. കേട്ടോ. സോങ് സെലക്ഷന് ആദ്യത്തെ കയ്യടി. താങ്ക് യു. കറക്റ്റ് അതിന്റെ റേഞ്ച്, അതിന്റെ പിച്ച് സെലക്ട് ചെയ്തതിന് രണ്ടാമത്തെ കയ്യടി. താങ്ക് യു. താങ്ക് യു. മിടുക്കനായിട്ട് പാടിയതിന് മൂന്നാമത്തെ കയ്യടി. മ്യൂസിക്കാലിറ്റിക്ക് 4. ഇനി വേണോ കയ്യടി? അഞ്ചാമത്തെ കൈയടി ഇല്ല. 5 ഇല്ല, 4 ഉള്ളൂ. സോറി. മിടുക്കനായിട്ട് പാടി കേട്ടോ. ഓക്കെ സർ. നല്ല ഈസി ആയിട്ട് കൂളായിട്ട് പാടി. ഓക്കെ. എനിക്ക് ആകെ തോന്നിയത് ആ ഫസ്റ്റ് പല്ലവി പാടിയപ്പോ ഉണ്ടായ സ്ലിപ്പ് മാത്രമാണ് ഇന്ന് സാരംകൂട്ടിന് അഡ്വേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം. ബാക്കിയൊക്കെ നല്ല നല്ല രസമായിട്ട് പാടി. ആ ഒരു രസമായിരുന്നു കേൾക്കാൻ വേണ്ടി. അതിന്റെ റിപ്പീറ്റ് ഉണ്ടായിരുന്നല്ലോ. രണ്ടും രസമായിരുന്നു കേട്ടോ. നല്ല വേരിയേഷൻസ് ഉള്ള ഒരു പാട്ടാണ്. ഭയങ്കര ഡിഫറെന്റ്, ലിറിക്കലി നോക്കിയാലും ഭയങ്കര ശരിക്കും അതിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റി. രവീന്ദ്ര ജെയിൻ സാബിന്റെ അല്ലേ നമുക്ക് ജബ്ദീപ് ജലയാന എത്ര മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ ചെയ്തതാണ് രവീന്ദ്ര ജെയിൻ സാബിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട് പാടുന്ന ഒട്ടും ഈസില. കാളിദാസന്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിയിച്ച സൗന്ദര്യമേ കാളിദാസന്റെ കാവ്യഭാവനയെ. ഇങ്ങനെ എത്രയോ പാട്ടുകള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ നിന്റെ തങ്കവള ചിത്രവള താരങ്ങ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ട്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലേവറിലുള്ള. ഞാൻ ആദ്യം ഈ പാട്ട് കിട്ടിയപ്പോ രവീന്ദ്ര ജെയിൻ സാറ് സംഗീതം ചെയ്തെന്ന് അറിഞ്ഞപ്പോ ആദ്യം തന്നെ ഓർമ്മ വന്നത് ഗോരിത്തരയാണ്. നാഷണൽ അവാർഡ് സോങ് അല്ലേ? നാഷണൽ അവാർഡ്. ജബ്ദീപ് ജലയാന, അതിൽ തന്നെയാണ് തുജോ മേരെ സുരമി. ഇതെല്ലാം ഒരു സിനിമയിലെ പാട്ടുകളാണ് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് രവീന്ദ്ര ജെയിൻ സാബിന്റെ കഥകൾ അല്ലേ? അതെ സർ. അപ്പൊ എത്ര മാർക്ക് വേണം? ഒരു 98. കറക്റ്റ് അറിയാല്ലേ? ഏകദേശം കറക്റ്റ് ആയിരിക്കും. കുറച്ച് കൂട്ട്. 99.225. 99.2. കൂട്ടിക്കോ. 99. കുറച്ച് കൂട്ടിക്കോ. 99.5. ഒന്ന് അനൗൺസ് ചെയ്തോ. 99.25. ഇന്ന് സാരംകൂട്ടന് എന്ന് പറയണം. ഇന്ന് സാരംകൂട്ടന്റെ മാർക്ക് റെഡിയല്ലേ? മാർക്ക് അന്നത്തെ പോലെ പറയാൻ നോക്കാൻ പറ്റിക്കരുത്. പറഞ്ഞു പറ്റിക്കില്ല. 99.2. അത് ഫുള്ളായിട്ട് വേണം. എനിക്ക് അത് വേണം. ഇന്നത്തെ സാരംകൂട്ടന്റെ മാർക്ക് പോരാ സാരംകൂട്ടനൊക്കെ ഇന്നത്തെ സാരംകൂട്ടന്റെ ഇന്നത്തെ സാരംകൂട്ടന്റെ മാർക്ക് 99.25 out of 100. അപ്പൊ ഇനി ആർക്ക് സംശയമില്ലല്ലോ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാന്ന്? അത് നമ്മുടെ സാരംകുട്ടനാണ്. സാരംകുട്ടന് 2 ഗിഫ്റ്റ് ഉണ്ടെന്ന്. ഓക്കെ, അതെ. ആരെ വിളിക്കണം? എം ജെ അങ്കിൾ, വെൽക്കം. ഇത് പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിലിന്റെ ഒരു സ്നേഹ സമ്മാനമാണ്. പിടിച്ചോ, 3 പേർക്കും കൂടെ പിടിക്കാം. ഓക്കെ. അതിന്റെ കൂടെ കിൻഡർ മോക്സ്. ഇനി അതിന്റെ കൂടെ നമ്മുടെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. ബൈ, ഗുഡ് നൈറ്റ്.